പ്രിയമുള്ളവരെ, മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലെത്തി താണു വണങ്ങി അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ വിഷയം ഇവിടെ കത്തിപ്പടരുമ്പോൾ ആ വിവാദത്തെക്കുറിച്ച് നമുക്കൊരല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. UDFനെ ആക്ഷേപിച്ചും, UDFനെ മാത്രമല്ല VD സതീശനെയും കോൺഗ്രസ്സുകാരെ മുഴുവനും ആക്ഷേപിച്ചും വർഗീയ വിഷം തുപ്പി LDFന് വേണ്ടി പ്രവർത്തിച്ച് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി വർഗീയ വിഷം ഛർദ്ദിച്ച് പിണറായി വിജയൻ്റെ തോളിൽ കൈയിട്ട് കാറിൽ കയറി നടന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തിയും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ എൻ വാസുവും പത്മകുമാറും ഒക്കെ ജയിലിൽ കിടന്നിട്ടും കമാന്നൊരക്ഷരം മിണ്ടിയില്ല, ചോദിച്ചില്ല. അദ്ദേഹം അപ്പോഴും വർഗീയ വിഷം തുപ്പി നമ്മുടെ ഇടതുപക്ഷത്തിന് വിജയമുറപ്പിച്ചുകൊണ്ട് VD സതീശനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വിചാരം അദ്ദേഹം ഇവിടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ ആസനം നക്കി നടക്കുമ്പോൾ അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരവും വർഗീയ വിരുദ്ധ വികാരവും സമൂഹത്തിലുണ്ടെന്ന് യാതൊരു ധാരണയുമില്ലാതെ പിണറായി വിജയൻ്റെ വിജയത്തിന് വേണ്ടി നിലവിളിച്ചും ഇവിടെ വിജയം ആഘോഷിക്കാൻ പ്രഖ്യാപിച്ചുമൊക്കെ കലിതുള്ളി വിഷം തുപ്പി നടന്ന ആ വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നിൽ ബിന്ദു കൃഷ്ണ പോയി താണു വണങ്ങി നിന്ന് അനുഗ്രഹം വാങ്ങുമ്പോൾ ഒന്നോർക്കുക, കോൺഗ്രസ്സുകാരൻ്റെ ഓരോ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരൻ്റെയും നെഞ്ച് ചവിട്ടിച്ചതച്ചുകൊണ്ടാണ് അവർ ഈ അനുഗ്രഹം വാങ്ങുന്നത്. നമ്മൾ ഓർത്ത് നോക്കണം. ഈ ബിന്ദു കൃഷ്ണ നാരികൾ വിശ്വവിപത്തിൻ്റെ നാരായ വേരുകളെന്ന് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൻ്റെ സർവനാശത്തിൻ്റെ നാരായ വേരായി മാറുമോ ഈ ബിന്ദു കൃഷ്ണ എന്ന കാര്യം നമ്മൾ വരും നാളുകളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ബൊക്കയും സ്വീകരിച്ച് പൊന്നാടയണിയിച്ച സ്വീകരണങ്ങളൊക്കെ നടത്തി അദ്ദേഹവും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യ അജണ്ട നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതും വളരെ വ്യക്തമാണ്. ഈ തുഷാർ വെള്ളാപ്പള്ളി ആരാണെന്നൊന്ന് മനസ്സിലാക്കണം. BJPയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ല, BJPയുടെ എക്കാലത്തെയും ഒരു പ്രഖ്യാപനമാണ് കോൺഗ്രസ് മുക്ത ഭാരതമെന്നത്. ആ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുന്ന BJPയുടെ ഘടകകക്ഷിയായി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ഈ തുഷാർ വെള്ളാപ്പള്ളിയുമായി ഈ രഹസ്യബാന്ധവം എന്താണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത് എന്ന് കോൺഗ്രസ്സുകാരൊന്ന് ഉറക്കെ ചിന്തിക്കണം. മാത്രമല്ല, ഈ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാകാനൊക്കെ കച്ചകെട്ടി ഇറങ്ങി കുറേ വേലത്തരങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയതല്ല എല്ലാ കോൺഗ്രസ്സുകാരും ജനങ്ങളും കണ്ടുകൊണ്ടിരുന്നതാണ്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിയാകാനുള്ള എന്തെങ്കിലും യോഗ്യതയുള്ള ആളാണോ ഈ രമേശ് ചെന്നിത്തല എന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു 2 വർഷത്തോളം കാലം ആഭ്യന്തരമന്ത്രിയായിരുന്ന പോലീസ് ഭരണം നടത്തിയപ്പോഴാണ് സരിതയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ആ വിഷയം കൈകാര്യം ചെയ്യാൻ രമേശ് ചെന്നിത്തലയുടെ പോലീസിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ അധികാരം നഷ്ടപ്പെടും? ആ സമയത്ത് ഈ രമേശ് ചെന്നിത്തലയുടെ പോലീസ് ക്രിയാത്മകമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിൽ, അതിനുവേണ്ടി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഏതെങ്കിലും സമയത്ത് രമേശ് ചെന്നിത്തല പോലീസ് ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ പിണറായി വിജയൻ്റെ ദുരാരോപണങ്ങൾ പിൽക്കാലത്ത് അതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ട സംഭവത്തിൻ്റെ യാഥാർത്ഥ്യവും നിജസ്ഥിതിയും കണ്ടുപിടിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കോ അദ്ദേഹത്തിൻ്റെ പോലീസിനോ കഴിഞ്ഞില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരു മന്ത്രിക്ക് ആ വകുപ്പ് ഭരിക്കാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? യാതൊരു യോഗ്യതയോ കാര്യശേഷിയോ ഇല്ലാത്ത ഒരു ഉണ്ണാക്ക മന്ത്രിയാണ് താനെന്ന് അന്നേ അദ്ദേഹം തെളിയിച്ചതാണ്.
അദ്ദേഹത്തിന് തന്നെയാണ് വീണ്ടും ആഭ്യന്തര വകുപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെയും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഈ വീണ വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് പിണറായി വിജയനോട് ആരും ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. എന്നിട്ടും ഇവിടെ സഖാക്കൾ ഇറങ്ങി അക്രമം നടത്തിയിട്ട് ആ പോലീസുകാർക്ക് ഇതുവരെ പ്രതികളെ മൊത്തം പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതിനൊരു താല്പര്യവുമില്ല. ഉദാസീനമായി കൊണ്ടുപോകുന്ന ഈ രമേശ് ചെന്നിത്തല, ഈ ആഭ്യന്തര വകുപ്പ് ഭരിച്ച് രമേശ് ചെന്നിത്തലയും ബിന്ദു കൃഷ്ണയും ഒക്കെ ചേർന്നുള്ള ഈ കോക്കസ്, ഈ കൂട്ടുകെട്ട് ഇവിടെ സതീശൻ നടത്താൻ ഉദ്ദേശിക്കുന്ന സൽഭരണം തകർത്ത് മുൻകാലങ്ങളിലെ പോലെ കോൺഗ്രസ് തമ്മിലടിച്ച് ഈ ഭരണം തകർക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ള ഓരോ കോൺഗ്രസ്സുകാരനോടും ഞാൻ പറയുന്നത്, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കായലിൻ്റെ തീരത്ത് കുളത്തിൻ്റെ കരയ്ക്ക് കൊക്കിരിക്കുന്നത് പോലെ, മീൻ കൊത്തിയെടുക്കാൻ കൊക്ക് കാത്തിരിക്കുന്ന പോലെ BJP-കാരനും RSS-കാരനും ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ അവരുടെ കാത്തിരിക്കുന്നു. അവരുടെ കയ്യിലേക്ക് നിങ്ങൾ തമ്മിലടിച്ച് നശിപ്പിക്കുന്ന കോൺഗ്രസിനെ കൊണ്ടെത്തിക്കരുതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.